السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه وأتباعه وأزواجه وأهل بيت سيدنا مولانا محمد. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني. يا أصحاب الوقت أعرض بحكم النيابة عنكم. يا صاحب الوقت أعرض بكم نيابة عنكم وأضع جبهتي تحت قدميكم. يا صاحب الوقت في جبهتي تحت نعالكم أعرض بحكم نيابة عنكم. كافها يا عين صاد كفية حميم عين سين قاف حميت. وبحمزة الكرار عم المصطفى أسد الإله وسيد الشهداء. وبحمزة الكرار عم المصطفى أسد الإله وسيد الشهداء. وبحمزة الكرار عم المصطفى أسد الإله وسيد الشهداء. واعلموا يا أمة سيدنا ومولانا محمد. സ്നേഹമുള്ള ആദരവുള്ള സാദാത്യങ്ങളെ, അലിമീങ്ങളെ, മുതഅല്ലിമീങ്ങളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, മുഅ്മിനീങ്ങളെ, അള്ളാഹു നമ്മുടെ ഈ ഒത്തുചേരലൊരു സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് തങ്ങളുപ്പാപ്പയുടെ ഉറൂസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളിവിടെ ഒത്തുചേർന്നതാണ്. ഇന്നതിൻ്റെ ജൽസത്തുൻ നസീഹയും ദുആവുമൊക്കെ നടക്കുന്ന വേദിയാണ്. നമ്മുടെ ഏറ്റവും വലിയ ഒരത്താണിയും നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു വഴികാട്ടിയും പ്രതിസന്ധി ഘട്ടങ്ങളിലെ ഒരാശാ കേന്ദ്രവുമായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ. ഈ സദസ്സിനെ സന്തോഷത്തോടുകൂടി അവിടെ നിന്ന് നോക്കിക്കാണുകയും എല്ലാവിധ ഇടപെടലുകളും നടത്തുകയും ചെയ്യുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. ആമീൻ. പലപ്പോഴായി അദ്ദേഹം വഫാത്തിന് മുമ്പ് തന്നെ പറയാറുണ്ടായിരുന്നു, എനിക്കിവിടുത്തെ ഓത്ത് കേട്ട് കിടക്കണം, എനിക്ക് ഈ പള്ളിയിൽ നിന്നുള്ള ഓത്ത് കേട്ട് കിടക്കണമെന്ന് പലപ്പോഴായി അവിടെ നിന്ന് പറയുന്നത് ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്. അതവരുടെ ഏറ്റവും വലിയ ഒരു അഭിലാഷമായിരുന്നു. ഈ പ്രഭാഷണങ്ങളും ദിക്റുകളും ദുആകളും നസീഹത്തുകളുമെല്ലാം അവിടത്തേക്ക് ഏറ്റവും വലിയ സന്തോഷങ്ങളാണ്. ഒരു ഉറൂസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നേടാനുണ്ട്, നമുക്ക് നൽകാനുമുണ്ട്. നമ്മൾ നൽകുന്നത് അവരുടെ പദവികൾ വർദ്ധിക്കുന്നതിന് വേണ്ടിയുള്ള ദുആകളാണ്. നമ്മൾക്ക് ലഭിക്കുന്നത് അവിടുത്തെ മദദുകളും ഫുയൂലാത്തുകളുമാണ്. ഇത് രണ്ടിനും സമ്പന്നമായി വേദി കാരണമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട സയ്യിദ് അവർകളുടെ, ഉസ്താദ് അവർകളുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത അചഞ്ചലമായ ഈമാനാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രമേൽ യഖീനിൽ അരക്കിട്ടുറപ്പിച്ച ഒരു ഈമാനുള്ള മനുഷ്യനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ പള്ളിയുടെ ഉദ്ഘാടനം നടക്കുമ്പോൾ സാത്വികരായ പണ്ഡിതന്മാരും നേതാക്കന്മാരുമൊക്കെ ഒത്തുചേർന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ അന്ന് നടത്തിയൊരു പ്രഭാഷണമുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. ഞാൻ ഈ പള്ളിക്ക് കുറ്റി തകച്ചതിന് ശേഷം എൻ്റെ പടച്ചവനോട് ഞാൻ പറഞ്ഞു, അല്ലാഹ്, നിനക്ക് ഇവിടെ ഒരു പള്ളി വേണമെന്നുണ്ടെങ്കിൽ ആ പള്ളി ഇവിടെ ഉണ്ടായിക്കോട്ടെ, എനിക്ക് മാത്രമായി ഒരു പള്ളി ആവശ്യമില്ല. ലോകത്ത് ഇങ്ങനെ ഉച്ചരിച്ച ഒരു വചനം ഉച്ചരിച്ച ഒരു മഹൽ വ്യക്തിത്വത്തെ നമ്മൾക്ക് എവിടെ നിന്ന് കാണാൻ കഴിയും? എല്ലാറ്റിലും അചഞ്ചലമായ ഈമാനാണ് അവിടുത്തെ ആധാരം.
ഞാൻ ഓർത്തുപോകുന്നത് ബഹുമാനപ്പെട്ട ഹംസക്കോയ വാക്കവി ഉസ്താദ് അടക്കമുള്ള ആളുകൾ ഇവിടെ ഓതുന്ന അവസരത്തിൽ അവർ ജലാലൈനി, തഫ്സീർ ജലാലൈനി തുടങ്ങാൻ വേണ്ടി ഉള്ള ഒരുക്കത്തിൽ അവരതിനൊരു ചീരണി വാങ്ങാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷൻ കടന്ന് കടയിലേക്ക് പോകുമ്പോഴാണ് അവരിലെ ഒരു മുത്തഅല്ലിം, പ്രധാനപ്പെട്ട ഒരു മുത്തഅല്ലിം ട്രെയിൻ തട്ടി മരിക്കുന്നത്. ചിതറിക്കിടക്കുന്ന അവയവങ്ങൾക്ക് മുമ്പിൽ ഒരു കാവലാളായി ധീരമായി നിന്ന ആ മഹാമനുഷ്യനെ ഈ സന്ദർഭത്തിൽ ഞാൻ അനുസ്മരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഖദാഇലും ഖദറിലുമുള്ള വിശ്വാസമാണ് ഒരു മനുഷ്യൻ്റെ വിശ്വാസത്തിൽ ചമൽക്കാരങ്ങൾ ഉണ്ടാക്കുന്നത്, ചാരുത വർദ്ധിപ്പിക്കുന്നത്. ഖദാഇലെയും ഖദറിലെയും വിശ്വാസത്തിൻ്റെ മകുടോദാഹരണമാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ. ഓ മുഅ്മിനീങ്ങളെ, മുത്തഅല്ലിമീങ്ങളെ, ഇന്ന് നമ്മൾക്ക് ലഭിക്കേണ്ടതും ആ ഈമാനികമായ ചൈതന്യവും രൂഢമൂലമായ വിശ്വാസവുമാണ്. നമ്മുടെ വിശ്വാസങ്ങൾ എത്രമേൽ ബലഹീനമാണ് എന്ന് ഓരോരുത്തരും ചിന്തിക്കാനുള്ള ഒരവസരം ഈ സദസ്സാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളുടെ ജീവിതത്തിൽ പറ്റിപ്പോയ ഏതെങ്കിലും ഒരു തെറ്റോ കുറ്റമോ ഒരു ദോഷമോ ഒരു മോശമോ നമ്മുടെ ഉമ്മമാരെ കാണയോ ഉപ്പമാരെ കാണയോ നമ്മുടെ ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും കാണയോ മക്കളെ കാണയോ പോകട്ടെ 3 വയസ്സായ ഒരു പേരക്കിടാവിനെ കാണയും നമ്മളിൽ സംഭവിച്ചിട്ടില്ല. അതേസമയം നമ്മൾ വിശ്വസിക്കുകയും നമ്മൾ വിശ്വസിച്ചു എന്ന് പറയുകയും ചെയ്യുന്ന അള്ളാഹുവിനെ കാണെ നമ്മളിൽ നിന്ന് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ ഉമ്മ എന്നെ കാണുമെന്ന് വിശ്വസിച്ചിടത്ത് നിന്നൊന്നും നമ്മളിൽ നിന്ന് അബദ്ധം സംഭവിച്ചിട്ടില്ലെങ്കിൽ 3 വയസ്സായ പ്രീ സ്കൂളുകാരനായ ഒരു കുട്ടിയിൽ നിന്ന് പോലും നമ്മൾ നമ്മുടെ അന്തസ്സും അഭിമാനവും കാത്തിട്ടുണ്ടെങ്കിൽ ജഗനിയന്താവായ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ തകർന്നു പോയ രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഖുദ്സിയായ ഒരു ഹദീസിൽ അല്ലാഹു തആല തന്നെ പറയുന്നുണ്ട്, യബ്ന ആദമ ലാ തജ്അൽനി അഹ്വനൻ നാളിരീന ഇലൈക. ആദമിൻ്റെ മോനെ, നിന്നിലേക്ക് നോക്കി നിൽക്കുന്ന പലരുടെ കൂട്ടത്തിൽ ഒരുവനായി ഞാനുമുണ്ട്. നീ എന്നെ അക്കൂട്ടത്തിൽ ഏറ്റവും നികൃഷ്ടനായി നിസ്സാരനായി എന്നെ നീ മാറ്റരുതേ എന്ന് അല്ലാഹു തആല നമ്മെ വിളിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉമ്മയെയും ഉപ്പയെയും മക്കളെയും പേരമക്കളെയും ഭാര്യയെയും ഭർത്താവിനെയും ഒക്കെ നമ്മൾ പരിഗണിച്ചപ്പോൾ നമ്മെ പടച്ചനാഥനായ അള്ളാഹുവിനെ, നമ്മുടെ പ്രവർത്തനങ്ങളെ ലൈവായി കാണുന്ന മുത്തുനബിയെ, പകലിലും രാത്രിയിലും നമ്മളെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട 10 20 മലക്കുകളെ നമ്മൾ നെവർമെൻ്റ് ചെയ്തു പോകുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ബലഹീനത കൊണ്ടാണ്. ഇരുട്ടിലും വെളിച്ചത്തിലും രാത്രിയിലും പകലിലും കഥകടഞ്ഞാലും കഥക് തുറന്നാലും വിദേശത്തും സ്വദേശത്തും നമ്മെ വീക്ഷിക്കുന്നവർ അല്ലാഹുവിനെ വിശ്വസിക്കുക എന്നതാണ് നമ്മുടെ ഈമാനിൻ്റെ നാരായ വേര്. അത് നമ്മൾക്ക് എന്നാണോ ലഭിക്കുന്നത് അന്നേ നമ്മൾക്ക് മരിക്കാൻ പറ്റുകയുള്ളൂ. അന്നേ നമ്മൾക്ക് മരണത്തിന് അന്നേ നമ്മൾക്ക് ഒരുക്കമായിട്ടുള്ളൂ. പോയകാല ജീവിതത്തിൽ നമ്മളിൽ അബദ്ധം പറ്റിയിട്ടുണ്ട്. സഹോദരിമാർ ഇത് നന്നായി കേൾക്കേണ്ടതാണ്. പോയകാല ജീവിതത്തിൽ നമ്മൾക്ക് അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. എൻ്റെതാണ് ഞാൻ പറയേണ്ടത്. അല്ലാഹു തആല നമുക്ക് ചെയ്ത ഏറ്റവും വലിയ ഒരു നിഅമത്ത് നമ്മുടെ അയ്ബുകളും പോരാത്തരങ്ങളുമൊക്കെ ഒളിപ്പിച്ചു വെച്ചു മാനം കാത്തു എന്നതാണ്. നമ്മൾ ചെയ്ത തെറ്റുകൾക്കൊരു നാറ്റമോ ഒരു മുഴയോ
ഏതെങ്കിലും തരത്തിലുള്ള ഒരടയാളമോ ഒരു നാറ്റമോ അതിനുണ്ടായിരുന്നെങ്കിൽ ഒരു സ്റ്റേജിലും ഒരു പേജിലും നമ്മെ കാണില്ല. യഥാർത്ഥത്തിൽ ഇത് മുഴുവനും മൂടി വെച്ച് വീണ്ടും വീണ്ടും നമ്മുടെ മാനം കാത്തു എന്നതാണ് ഈമാൻ എന്ന കനകം. അള്ളാഹു നമുക്ക് തന്നതിൽ പിറകെ അള്ളാഹു നമുക്ക് ചെയ്ത ഏറ്റവും വലിയ നിഅമത്ത്. നമ്മളെവിടെയാണ് പോവുക? ഒരു വെള്ളപ്പാണ്ട് രോഗിയെയും ഒരു കുഷ്ഠരോഗിയെയും ഒരു കല്യാണ സദസ്സിലും ഒരു സൽക്കാര ഫംഗ്ഷനിലും നമ്മൾ കാണുന്നില്ല. എന്തേ കാര്യം? അതൊക്കെ സദസ്സിനൊരു വല്ലാത്ത പോരാത്തരങ്ങളാണ്, കമ്മിയാണ്. എങ്കിൽ നീരൊലിക്കുന്ന നാം ചെയ്ത തെറ്റുകൾക്കൊരു നീരൊലിപ്പുണ്ടായാൽ, നാം ചെയ്ത തെറ്റുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മുഴയോ അടയാളമോ ഉണ്ടെങ്കിൽ ആ തെറ്റിൻ്റെ അടയാളങ്ങൾ അടയാളപ്പെടുത്തിയ നമ്മെ ആരും ക്ഷണിക്കില്ല. ഈ കഴിഞ്ഞ അറഫ മൈതാനിയിൽ ഒരു ദുആയുണ്ട്. അല്ലാഹുമ്മ ഇന്നക സതഗ്ത ഉയൂബനാ ഫീ ഹാദിഹി ദുനിയ വനഹ്നു അഹ്വജു ഇലൈഹി ഫീ ദാരിൽ ആഖിറ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്ത ചണ്ടിത്തരങ്ങളെയും പോരാത്തരങ്ങളെയും ഒക്കെ ഈ ഭൗതിക ലോകത്ത് വെച്ച് നീ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്കിത് ഏറ്റവും കൂടുതൽ ഒളിപ്പിച്ച് വെക്കൽ ആവശ്യമുള്ളത് ഞങ്ങളുടെ ഉറ്റവരും ഉടയവരും ഒരുമിച്ച് കൂടുന്ന നാളെ പരലോകത്തെ വൻസഭയിലാണ്. അവിടെ വെച്ചുകൂടി ഞങ്ങളെ ഒന്ന് മാനം കാക്കണേ എന്ന് ഈ അറഫ മൈതാനിയിലെ ലക്ഷക്കണക്കിന് ആളുകൾ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്ത ഒരു ഭാഗമാണ്. ഓ മുഅ്മിനീങ്ങളെ, അള്ളാഹു നമ്മളോട് ചെയ്ത ഖിഫ, അള്ളാഹു നമ്മളോട് ചെയ്ത ദയാവായ്പ്, അള്ളാഹു നമ്മളോട് ചെയ്ത കരുണ, അതിൻ്റെ വലിപ്പം വളരെ വലുതാണ്. എന്നാൽ എക്കാലത്തും നമ്മളിങ്ങനെ ജീവിച്ചാൽ പോരാ. ഇനിയുള്ള ഒരു കാലഘട്ടം നമ്മൾക്ക് ഈമാൻ എന്ന കനകം, രഹസ്യത്തിലും പരസ്യത്തിലുമുള്ള വിശ്വാസം, കഥകടഞ്ഞാലും കഥക് തുറന്നാലുമുള്ളൊരു വിശ്വാസം, പകലിലും രാത്രിയിലുമുള്ളൊരു വിശ്വാസം ഇനി നമ്മൾ സംഭരിക്കേണ്ടതുണ്ട്. ഇതുപോലെയുള്ള സഭകളിൽ, ഇതുപോലെയുള്ള സംവിധാനങ്ങളിൽ എപ്പോഴെങ്കിലും നമ്മൾക്ക് കിട്ടുന്നൊരു കിനിവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വഴികാട്ടിയാവുക. നമ്മുടെ ജീവിതത്തിൻ്റെ വഴിത്തിരിവായി ഈ ഒരു സഭ കലാശിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായും ആശിക്കുകയാണ്. അതുകൊണ്ട് പോയ കാലത്തിൽ നമ്മളിൽ അബദ്ധം സംഭവിച്ചിട്ടുണ്ട്, പോയ കാലത്തിൽ നമ്മളിൽ തെറ്റുകളും കുറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട്. മനുഷ്യ സഹജമായി ധിക്കാരപരമായി ചെയ്തതൊന്നും ഓർമ്മയില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പറ്റിപ്പോയ തെറ്റുകൾ ഒട്ടുവളരെയാണ്. എക്കാലത്തും നമ്മളങ്ങനെ ആയിക്കൂടാ. പോയകാല ജീവിതത്തിൽ പറ്റിപ്പോയത് മാപ്പ് ചെയ്യാൻ വിശാലതയുള്ള ഒരു അല്ലാഹു നമ്മെ കാത്തു നിൽക്കുന്നുണ്ട്. 7 വർഷം കഫംപുട കട്ട്, 7ാമത്തെ വർഷത്തിൽ കഫംപുട നീക്കിയപ്പോൾ കണ്ട വിവസ്ത്രയായ ഒരു പെണ്ണുമായി, ഒരു മയ്യത്തുമായി ശാരീരിക ബന്ധത്തിലേർപ്പെട്ട മനുഷ്യന് പുറത്തു കൊടുത്ത അള്ളാഹുവിൻ്റെ അടിമകളാണ് നമ്മൾ. 99 ആളെ കൊന്ന് എനിക്ക് തൗബയുണ്ടോ എന്ന് ഫത്വ തേടിയ ആലിമിനെ ഫത്വയില്ലെന്ന് പറഞ്ഞപ്പോൾ കൊന്ന് ടാർജറ്റ് പൂർത്തിയാക്കിയ വ്യക്തിക്കും പുറത്തു കൊടുത്ത അള്ളാഹുവിൻ്റെ അടിമകളാണ് നമ്മൾ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഹംസ റളിയല്ലാഹു അൻഹുവിന് ഷഹാദത്ത് എന്ന ടൈറ്റിൽ വാങ്ങിച്ചു കൊടുത്ത വഹ്ശി റളിയല്ലാഹു അൻഹുവിന് മാപ്പ് കൊടുത്തു എന്ന് മാത്രമല്ല, എൻ്റെ ഒരു പൊന്നു സ്വഹാബി ഒരു പൊന്ന് ചെലവഴിക്കുകയും നിങ്ങൾ 7 കിലോമീറ്റർ വലിപ്പമുള്ള ഉഹുദ് മലയോളം പൊന്ന് ചെലവഴിക്കുകയും ചെയ്താലും നിങ്ങൾക്ക് അതിൻ്റെ 4 അയലത്തെത്താൻ കഴിയില്ല എന്ന്. അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഞാൻ അവസാനിപ്പിക്കണം. വഹ്ശി റളിയല്ലാഹു അൻഹുവിന് സഹാബി എന്ന പട്ടം നൽകി ആദരിച്ചിട്ടുണ്ട് അല്ലാഹു. ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ കരളിൻ്റെ രക്തത്തിൻ്റെ ഒരു അംശം
ഉള്ളിൽ ചെന്നു എന്ന കാരണം കൊണ്ട്, അതിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹിന്ദ് റളിയല്ലാഹു അൻഹ എന്ന സ്വഹാബിയത്തായ ഉമ്മക്ക് സ്വഹാബി പട്ടം നൽകി ആദരിച്ചിട്ടുണ്ട് നമ്മുടെ പടച്ചവൻ. അതുകൊണ്ട് നമ്മെ അല്ലാഹു തആല കൈയൊഴിക്കുകയില്ല. അതുകൊണ്ട് പോയ കാല ജീവിതത്തിലേത് പോക്കാൻ അല്ലാഹു തആല ഒരുക്കമാണ്. നമ്മളൊന്ന് കണ്ണ് കലക്കിയേ വേണ്ടു. എന്നാൽ വരും കാല ജീവിതത്തിൽ ഇനി ഞാൻ അള്ളാഹുവിനെ ഇരുട്ടിലും വെളിച്ചത്തിലും രാത്രിയിലും പകലിലും കഥകടഞ്ഞാലും കഥക് തുറന്നാലും ഞാൻ എൻ്റെ പടച്ചവനെ വിശ്വസിച്ചോളാം. 3 വയസ്സായ കുട്ടിക്ക് കൊടുത്തൊരു പോസ്റ്റെങ്കിലും എൻ്റെ പടച്ചവന് ഞാൻ കൊടുത്തോളാം എന്ന് ഈ സഭയിൽ വെച്ച് ചിന്തിക്കുകയും ജീവിതത്തിൽ വന്നു പോകുന്ന തെറ്റുകളും കുറ്റങ്ങളും ദോഷങ്ങളും മോശങ്ങളും അവകൾ ചെയ്യുന്ന അവസരത്തിൽ എന്നെ നോക്കി നിൽക്കുന്നൊരു പടച്ചവനിൽ ഞാൻ വിശ്വസിച്ചിട്ടുണ്ടല്ലോ, എന്നെ നോക്കി നിന്ന് വേദനിക്കുന്ന ഒരു മുത്തുനബിയിൽ ഞാൻ വിശ്വസിച്ചിട്ടുണ്ടല്ലോ, എന്നെ കണ്ട് ലജ്ജിച്ച് തലതാഴ്ത്തുന്ന മലായിക്കത്തുകളിൽ ഞാൻ വിശ്വസിച്ചിട്ടുണ്ടല്ലോ എന്ന് ചിന്തിക്കുകയും പറ്റിപ്പോയ തെറ്റുകളിൽ നിന്ന്, പറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായും ഒഴിഞ്ഞു ദൂരത്താവുകയും നന്മകൾ ചെയ്യാനുള്ള നമ്മുടെ ത്വര പോലെ തിന്മകൾ ഒഴിക്കാനുള്ള ജാഗ്രത കൂടി നമ്മളിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ ഈമാൻ നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ. അതുവരെയും നമ്മുടെ ഈമാൻ നമ്മൾക്കുണ്ടെന്ന ബോധം നഷ്ടപ്പെട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ലാ യസിനി സാനി ഹീന യസിനി വഹുവ മുഅ്മിൻ. ഈമാനുള്ളവന് വ്യഭിചരിക്കാൻ കഴിയില്ല. വലാ യശ്റബുൽ ഖംറ ഹീന യശ്റബുഹു മുഅ്മിൻ. ഈമാനുള്ളവന് മദ്യപിക്കാൻ കഴിയില്ല. വലാ യഗുല്ല ഹീന യഗുല്ല വഹുവ മുഅ്മിൻ. ഈമാനുള്ളവന് വഞ്ചിക്കാൻ കഴിയില്ല. വലാ യന്തഹിബു ഹീന യന്തഹിബു വഹുവ മുഅ്മിൻ. ഈമാനുള്ളവന് കവർച്ച ചെയ്യാൻ കഴിയില്ല. വലാ യസ്രിഖു സാരിഖു ഹീന യസ്രിഖു വഹുവ മുഅ്മിൻ. ഈമാനുള്ളവന് കക്കാൻ കഴിയില്ല. ഇതൊരു ഫോമാണ്. അതുമാത്രമല്ല, ഒരു നിരോധാജ്ഞയും. ഈമാൻ എൻ്റെ ഉള്ളത്തിലുണ്ടെന്ന ബോധം, എനിക്കൊരു പടച്ചവൻ ഉണ്ട്, ആ പടച്ചവൻ എന്നെ നോക്കുന്നുണ്ട്, എനിക്കൊരു മുത്തുനബിയുണ്ട്, ആ മുത്തുനബി എന്നെ വീക്ഷിക്കുന്നുണ്ട്, ഞാൻ ചെയ്യുന്ന ഈ ഉഡായിപ്പ് കണ്ട് വേദനിക്കുന്നുണ്ട്, എന്നെ നിതാന്ത ജാഗ്രതയിൽ സൂക്ഷിച്ച് സേഫായി സെക്യൂരിറ്റിയായി എൻ്റെ ബോഡി ഗാർഡായി പ്രൊട്ടക്ഷനായി ഫോട്ടോഗ്രാഫർമാരായി എന്നിൽ പടച്ചവൻ നിശ്ചയിച്ച 10 മലക്കുകൾ എന്നെ വീക്ഷിച്ച് ലജ്ജിച്ച് തലതാഴ്ത്തുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്കും ഒരു തെറ്റും ചെയ്യാൻ സാധിക്കില്ല. മരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത ഒരു സമയമെങ്കിലും ഇങ്ങനെയുള്ളൊരു ജീവിതം നമ്മൾക്ക് കിട്ടുകയും ആ ജീവിതം നമ്മൾ ജീവിക്കുന്നതിനിടക്ക് നമ്മളുടെ ആത്മാവിനെ പിടിക്കപ്പെടുകയും ആ സമയം ഈമാനുള്ള ഘട്ടത്തിൽ ആത്മാവ് പിടിച്ചു എന്ന ആ ഒരു തസ്തികയിൽ, ഒരു ടാറ്റസ്കോ ലെവലിൽ നമ്മൾക്ക് ഈമാൻ ലഭിക്കുകയും ചെയ്യുമെന്നാണ് മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. എക്കാലത്തും നന്നാകാൻ നമ്മൾക്ക് കഴിഞ്ഞില്ല. എന്നാൽ വരും കാലത്തിലെങ്കിലും ഈ സദസ്സിലെ ഈ സെക്കൻഡ് മുതൽ തീരുമാനങ്ങൾ അടിമുടി ചേഞ്ചായി എവിടെയാണോ വിള്ളലും വീഴ്ചയുമുള്ളതെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രതിജ്ഞ ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ സവിധത്തിൽ വെച്ച് നമ്മൾ ഒന്നിച്ച് പ്രതിജ്ഞ ചെയ്യുകയാണ്. അതിൻ്റെ മുന്നോടിയായി നമ്മൾ ഒരു ദുആ ചെയ്ത് അല്പം ദിക്റുകൾ ചൊല്ലി ആ ഒരു വലിയ പ്രക്രിയക്ക് നമ്മൾ തുടക്കമാവുകയാണ്. മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കുക എന്നതാണ് ഇനി നമ്മളിലുള്ള ഏറ്റവും വലിയ പണിപ്പെട്ട പണി, സാഹസികമായ പണി. അത്രയും വലിയൊരു പണി ഇനി നമ്മൾക്ക് ചെയ്യാനില്ല. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഈമാൻ സംഭരിക്കുക എന്നതാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ രംഗത്ത് സ്വലാത്താണ് ഏറ്റവും വലിയ കവചം. 700 സ്വലാത്ത് ദിവസം ചൊല്ലുന്ന വ്യക്തി മരിക്കുമ്പോൾ മുത്തുനബിയുടെ പുഞ്ചിരിക്കുന്ന പൂമുഖം കണ്ടേ മരിക്കുകയുള്ളൂ. മുത്തുനബിയുടെ പുഞ്ചിരിക്കുന്ന പൂമുഖം കണ്ട വ്യക്തി ഒരിക്കലും ആ സഭയിൽ ഇബ്ലീസ് നിലനിൽക്കില്ല. കെട്ടുകെട്ട് ഓടിയ ഇബ്ലീസിൻ്റെ സഭയിൽ, ഇബ്ലീസ് ഇല്ലാത്തൊരു സഭയിൽ ഈമാൻ രക്ഷപ്പെടുമ്പോൾ ആ സുവിശേഷം സയ്യിദുനാ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറയും, കഴിച്ചിലായടാ, അബ്ശിർ രക്ഷപ്പെട്ടടാ, അബ്ശിർ ഈമാൻ രക്ഷപ്പെട്ടടാ. ആ സമയം മരണത്തിൻ്റെ പൂമുഖത്ത് വെച്ച്
മനുഷ്യനൊന്ന് ചിരിക്കും. ആ ചിരി വാടൂല. അതാണ് മരിച്ചു കിടക്കുന്ന മനുഷ്യൻ ചിരിച്ചു കിടക്കുന്നതെന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിൻ അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.